അവനെ വിളിച്ചുകൊണ്ടൊന്ന് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അവനെ കൊണ്ട് വീണ്ടും സ്റ്റേഷനിൽ ചെല്ലുന്നത്. അപ്പോൾ തലേദിവസം പോയപ്പോൾ അവൻ്റെ മൊബൈലും മേടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചപ്പോൾ അവൻ്റെ ഫോണിൽ ഒരു കോൾ മിസ്സിങ് ഉണ്ട്, അത് കാരണം കൊണ്ട് വെച്ചേക്കണമാണ്, രാവിലെ വരുമ്പോൾ തന്നേക്കാമെന്ന് പറഞ്ഞു. ഒരു കോൾ മിസ്സിങ് ഉണ്ടെന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. സന്ധ്യ അവന് ഫോൺ ചെയ്തിരുന്നോ? ഇല്ല, സന്ധ്യയിൽ ഫോണൊന്നുമില്ല. അവളുടെ ഫോൺ അങ്ങനെ ഒന്നുമില്ല. അവൾക്കുള്ള സ്വഭാവം വെച്ച് ചെറിയ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുന്നല്ലാതെ വേറൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പൊട്ടിത്തെറി എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഒരു വിഷയമുള്ളൂ. അത് ചെറിയ കേസ് മതി. അവൾ പെട്ടെന്ന് വലുണ്ടാണ് ആളാണ്. സന്ധ്യയ്ക്ക് ഈ 2 സഹോദരന്മാരിൽ ആരോടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം? നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ പുറത്തോ അല്ലെങ്കിൽ വീട്ടിലോ ആരോടും അവർക്ക് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ മീനൊക്കെ വെട്ടി കൊടുക്കും, അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും, എല്ലാം ചെയ്യുന്നത് ഈ ഇളയ സഹോദരനാണ് എന്ന് പറയാം. അല്ലല്ല, എല്ലാം ഞാനറിയണം. അവർക്ക് ആർക്കും ഒരു പണി അറിയില്ല. കുടുംബ പണിയെന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും അറിയില്ല. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് കുക്ക് ചെയ്യുകയും ചെയ്യുള്ളൂ. ഈ സാധനങ്ങളൊക്കെ അപ്പുറമാണെങ്കിൽ ഇപ്പോൾ ഇറച്ചി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നോക്കണം. അവർക്ക് ആർക്കും അറിയില്ല. ഈ കൊച്ചിനെയും ബ്രദറിനെയും കൂടെ നേരിട്ട് അവർ തമ്മിൽ ഇടപെടുന്നതായിട്ട് ലാസ്റ്റ് കണ്ടത് എപ്പോഴാണ്? അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണുള്ളത്. അവർ തമ്മിൽ യാതൊരു കുഴപ്പമില്ല. എൻ്റെ അനിയനെ എൻ്റെ കൊച്ചു വിളിക്കണം, സിംഗേന്ന് വിളിക്കും, എടാന്ന് വിളിക്കും, കൊച്ചിച്ചാന്ന് വിളിക്കും, പല രീതിയിൽ വിളിക്കും, സുധീ എന്ന് വിളിക്കും. പേര് അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്നെ ഇടയ്ക്കിടാന്ന് വിളിക്കാറുണ്ട്. അവർ തമ്മിൽ എപ്പോഴും ഞങ്ങൾ ഇത് കണ്ടില്ലേ, വീട് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടില്ലേ. ഒരു കുടുംബം, ഒറ്റ വീട്. എല്ലാ വീടും അങ്ങനെ തന്നെയാണ്. ഒറ്റ വീടായിട്ട് തന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നു, കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാ വീടുകളിലും പിള്ളേരുണ്ട്. ഞങ്ങളെല്ലാവരും പോണതാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഈ മരണപ്പെട്ട ദിവസവും അവരൊന്ന് ബന്ധപ്പെട്ടു പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. മരണപ്പെട്ട ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് രാവിലെ എൻ്റെ രണ്ടാമത്തെ അനിയൻ എന്നെ വന്ന് ഹോസ്പിറ്റലിൽ വന്നത് 6:30. ഞാൻ അന്ന് രാത്രി ഹോസ്പിറ്റലിൽ നിൽക്കുമായിരുന്നു. അവൻ 6:30 വന്നു, ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ ഇവിടെ തമ്മിലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ടിവിയുടെ കാര്യത്തിന് വേണ്ടി, ടി വി കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് തന്നെയാണ് അവിടെ കൊണ്ടുപോയി ടി വി വെച്ച് കൊടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ടി വി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് രണ്ടാമത് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മൂത്തവനോട് പറഞ്ഞു, എടാ ഇന്ന് പെണ്ണ് അംഗൻവാടി പോകാൻ പോവാ, അപ്പോൾ അതുവരെ അവൾക്ക് കൊടുക്കുക, അത് കഴിഞ്ഞ് നീ കണ്ടോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് പോകുന്നത്. അതുവരെ യാതൊരു കുഴപ്പവും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വൈഫും ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കിയത്. ഭാര്യ ഈ ജയിലിലാകുന്നു, കുട്ടി നഷ്ടപ്പെടുന്നു, അടുത്ത ദിവസം അനിയൻ പ്രതിയാകുന്നു. ഞാൻ ചേട്ടൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു ദുരന്തങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ദുരന്തം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ അയച്ചിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. എവിടെയായിരുന്നു ജോലി? തിരുവനന്തപുരം. എന്ത് ജോലിയായിരുന്നു അവിടെ? എനിക്ക് അവിടെ ഹൈവേയുടെ വർക്കായിരുന്നു. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അവിടെ നിന്ന് രാത്രി അവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന് നേരം വെളുത്തപ്പോൾ ഞാനിവിടെ വന്നത്. നേരം വെളുത്ത് വന്ന് അവിടെ നിന്ന് പല്ല് വരുന്നേക്കാണ് എൻ്റെ അച്ഛനുണ്ട് ആശുപത്രിയിൽ പോയത്. അച്ഛനുണ്ട് ആശുപത്രിയിൽ പോയി. അവിടെ നിന്ന് ഞാൻ രാത്രി, അച്ഛന് 11 മണിക്കാണ് ഓപ്പറേഷൻ. ഞാൻ അവിടെ നിന്ന് രാത്രി ഒരു 8:30 ഞാൻ അവിടെ തിരിച്ച് പോകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തലേദിവസം ഉറങ്ങിയിട്ടുണ്ടായില്ല, ഒരു കാര്യം ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ ആരുമില്ല. ആ കാരണം കൊണ്ടാണ് ഞാൻ പോകുന്നത്. എല്ലാവരും അവിടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് രാവിലെ തന്നെ ഞാൻ പോയി. രാവിലെ പോയി ഒരു 11:30 രാവിലെ തന്നെ പോയി 11:30 ഞാൻ തിരിച്ചു വന്നു. ഇവരെല്ലാവരും തലേദിവസം ഹോസ്പിറ്റലിൽ നിന്ന കാരണം കൊണ്ട് ഇവർ ടയേർഡ് ആയതുകൊണ്ട് ഞാൻ തിരിച്ചു പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. അമ്മ അപ്പത്തെല്ലാം വന്ന് ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ശനിയാഴ്ചയാണല്ലോ, അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഇവരുടെ പണി കളയണ്ട, ഇവരിന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ പോയി നിന്നോളാം എന്നും പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഞാൻ ഞായറാഴ്ച വൈകുന്നേരം പോയി നിൽക്കണേ. ഞായറാഴ്ച വൈകുന്നേരം പോയി നിന്നിട്ട് 6:30 എൻ്റെ അമ്മേനെ ഇവനോട് കൊണ്ടുപോയാക്കിയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നു. അത് രണ്ടാമത്തെ അതിനല്ലോ അതിനല്ല എന്നെ വിളിച്ചത്. ഇവർ 2 പേരും പണിക്കും പോയി. ഞാനിതുപോലെ നോർത്ത് ഈസ്റ്റ് ഹോസ്പിറ്റലിലേക്കും പോയി. അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ തിരിച്ചു വരുമ്പോൾ 3:30 ആയി. അപ്പോൾ കൂട്ടുകാരൻ്റെ കൊച്ചിനെയും കൊണ്ട് അവൻ്റെ വൈഫ് പോകുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ തലേദിവസം ഒന്നും ഉറങ്ങാത്ത കാരണം കൊണ്ട് അപ്പോൾ ഞാൻ ചെയ്യാൻ കിടന്നു. അപ്പോൾ അതിനെ ഉച്ചയ്ക്ക് വൈഫ് വിളിച്ചായിരുന്നു. ഒരു 11 മണിയപ്പോൾ എന്നെ വൈഫ് വിളിച്ചായിരുന്നു. അവൾ വിളിച്ചിട്ട് പറഞ്ഞു കുക്കറിൻ്റെ ഒരു വാഷ് പൊട്ടിപ്പോയി. എന്ന് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വിറകടുപ്പൊന്നുമില്ല, കുക്കറിൻ്റെ വാഷ് പൊട്ടിപ്പോയി. അപ്പോൾ അത് മേടിച്ചോണ്ട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് നിൽക്കണത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൾ പോയി മേടിക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ കിടന്ന് ഒരു ഇച്ചിരി കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് 5:30 എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ സാധനങ്ങൾ മേടിക്കാൻ പോയതായിരിക്കും, എൻ്റെ പിള്ളേരെ കൊണ്ട് പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ പോയതായിരിക്കും എന്ന് വിചാരിച്ച് എന്ന് കഴിഞ്ഞിട്ട് കാണാണ്ട് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ വീട്ടിലേക്ക് വിളിച്ചത്. അപ്പോൾ അവിടെ പറഞ്ഞ് അവിടെ എത്തിയിട്ടില്ല വന്നത്. അത് കഴിഞ്ഞ് അവിടെ ചേച്ചീനെ വിളിച്ചു. അവരൊക്കെ വേറെ വീടാണല്ലോ, അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാണാണ്ട് വന്നപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒരു 1/2 മണിക്കൂടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ
ഞാൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇതിനു മുമ്പ് ഒരു കേസ് കൊടുത്തായിരുന്നല്ലോ, കൊച്ചിനെ മർദ്ദിച്ച കേസിൽ ഒരു കേസ് കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇനി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേലും എന്നെ വനിതാ ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചു. ചേച്ചി ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു മാഡം ഇന്ന പോലെ സംഭവം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 7:18 അവക്കടെ അമ്മ എന്നെ വേറെ നമ്പർ വെച്ചാൽ അവക്കടെ അമ്മാവൻ്റെ മോക്കടെ നമ്പർ, ആ നമ്പറിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സന്ധ്യ ഇവിടെ വന്നിട്ടുണ്ട്, കൊച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീണ്ടും സ്റ്റേഷനിൽ പോകുന്നത്. അപ്പോൾ ഓൻ്റെ പോയി കളഞ്ഞേച്ച് അവൾ വീട്ടിൽ പോയിക്കണം. അതെങ്ങനെയാണെന്ന് എനിക്ക് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇല്ല, ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഇവിടുന്ന് പോലീസിൻ്റെ കൂടെ ചെല്ലുന്നത്, ഞാൻ പോലീസ് ജീപ്പിൽ പോലീസിൻ്റെ കൂടെ ചെല്ലുന്നത്. അപ്പം ഞങ്ങളിവിടുന്ന് പോണ വഴിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ആലുവ ബസ് സ്റ്റാൻഡിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടുന്ന് പോണ വഴിക്ക് പോലീസുകാർ ബസ് സ്റ്റാൻഡിൽ കയറി അവിടുത്തെ എല്ലാ CCTV ദൃശ്യങ്ങളും നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ വേറെ പോലീസുകാരുണ്ടായിരുന്നു. അവരോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പോലീസ് ജീപ്പിൽ കയറ്റി ഞങ്ങൾ ആലുവയ്ക്കിൽ പോരാനായിട്ട് നിൽക്കുമ്പോൾ പോലീസുകാർ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എടി കൊച്ചിനെന്താ ചെയ്തേ? നീ വേഗം പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാനും പോലീസുകാരോട് കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവൾ പറഞ്ഞത് കൊച്ചിനെ വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞത്. ദേഷ്യപ്പെട്ടാണോ ചോദിച്ചത്? ഇല്ലില്ല, നമ്മൾ ഇല്ല, പോലീസുകാരൻ സമാധാനമായിട്ട് തന്നെ ചോദിച്ചത്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചില്ല? നിങ്ങൾ ഞെട്ടിയില്ലേ? ഒരു മിനിറ്റ് ഞാൻ ഞെട്ടി കഴിഞ്ഞ് ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു സാറേ ഇത് കള്ളക്കരച്ചിലാന്ന് പറഞ്ഞു. പറയുവാ സന്ധ്യ പറയുവാ. അപ്പോൾ ആ വെള്ളക്കരച്ചിലാന്ന് പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു കുറ്റബോധവും തോന്നിയില്ല ആളിന്? ഇല്ല, അവൾക്ക് ഒരു കുറ്റബോധം തോന്നിയതായിട്ട് തോന്നില്ല. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ സ്റ്റേഷനിൽ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ വെളുപ്പിന് ഒരു 3:15 കഴിഞ്ഞപ്പോഴത്തേലും ഞാൻ സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ ചെല്ലുമ്പോൾ അവൾ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുക. സുഖമായിട്ട് അവളവിടെ കിടന്നുറങ്ങുകയാണ്. ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്. കാരണം നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്കറിയാം. നിങ്ങൾ നിൽക്കുന്നത് തീച്ചുള്ളിയുടെ നടുക്കാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നമുക്കതിനകത്ത് ഒന്നും പറയാനില്ല. ഞാൻ എങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് ഒരാളെയും കൂടെ നോക്കാനുണ്ട്. എനിക്ക് ഒരു കൊച്ചും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ നോക്കണം. അതെപ്പോഴും അത് അങ്ങനെ തന്നെ നോക്കണം. കാരണം എപ്പോഴും അത് ഈ ബുദ്ധിമോശങ്ങളൊന്നും കാണിക്കരുത്. അത് വളരെ ഞങ്ങൾക്ക് അങ്ങനെ, കാരണം നിങ്ങളുടെ മാനസിക നിധി ഞങ്ങൾക്കറിയാം. പക്ഷേ അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഈ രണ്ട് വിഷമം ഉണ്ടാക്കി 2 പിള്ളേർ എൻ്റെ കൂടത്തിൽ നിന്ന് മാറില്ലാത്ത പിള്ളേരാണ്. ഞാനിപ്പോൾ ആ വീട്ടിലേക്ക് പോയാലോ ഈ വീട്ടിലേക്ക് പോയാലോ ഒക്കെ എൻ്റെ പുറകെ പിള്ളേർ 2 പേരും വരും. പെണ്ണാണ് ഏറ്റവും കൂടുതൽ വന്നത്. നല്ല മിടുക്കനാ, പയ്യനും നല്ല മിടുക്കനാ. ഞാൻ ഇങ്ങനെ ക്യാമറ വെച്ചിരുന്ന സമയത്ത് അവനേക്കാളും ബ്രില്യൻ്റ് ആയിരുന്നു എൻ്റെ മോള്. മിടുക്കിയായിരുന്നു. എവിടെ ചോദിച്ചാലും അറിയാൻ പറ്റും. ശരി. ബാലവാടിയിലെ ഒരു മിടുക്കി എന്ന് പറയാം. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ എൻ്റെ ആ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങയിലെ കുരുമുളക് പൊടി ഉണങ്ങിക്കിടക്കുക. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പെണ്ണാന്ന് പറഞ്ഞു. പെണ്ണോട് ചോദിച്ചപ്പോൾ പെണ്ണ് പറഞ്ഞു അവനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പെണ്ണിനോട് പറഞ്ഞാൽ അറിയോ, അംഗൻവാടിയിൽ കുഞ്ഞി ഓട്ടേ ഉള്ളൂ. ഞാൻ അംഗൻവാടിയിൽ പോയേക്കായിരുന്നു, അവിടെ കുഞ്ഞി ഓട്ടേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് എങ്ങനെയാണ് കാണണേന്ന് എന്നോട് ചോദിച്ചവൾ. അവളെ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞതാണ് അംഗൻവാടി കുഞ്ഞി ഓട്ടേ ഉള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് കുരുമുളക് കളഞ്ഞ എങ്ങനെയാന്ന് അവളെങ്ങനെയാണ് കാണണേന്ന് അവൾ എന്നോട് മറുപടി പറഞ്ഞു. ഒരു ഇപ്പോൾ ഇവരോട് എങ്ങനെ ദേഷ്യം? നമ്മൾ അവരപ്പൻ അറിയാലോ. ഇത്രയും ഭാര്യയോടാണോ അനിയനോടാണോ ഏറ്റവും കൂടുതൽ ദേഷ്യം? എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു. ഭാര്യയുടെ അമ്മയോടും ചേച്ചിയോടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എൻ്റെ അനിയനോട് തന്നെയാണ്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്നോട് പറയായിരുന്നു. അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയതായിരുന്നു. എൻ്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യം ഉണ്ടായില്ല. അവനൊത്തിരി സ്നേഹം ഉണ്ടായിരുന്നു ചേട്ടൻ എന്നുള്ളത്. ചേട്ടനോട് എല്ലാവരോടും അവൻ നല്ല സ്നേഹമായിരുന്നു.
ഒരിക്കലും അവനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പ്രതീക്ഷിക്കില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ഇത് ഇപ്പം വന്ന് അദ്ദേഹം പറഞ്ഞില്ലേ, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇവൾ ഈ കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞ് അവിടെ പോകുമ്പോൾ ഇവൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത്. ഇവൻ തളർന്നു വീഴുമോ എന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷേ അവൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു എന്ന്. ഇല്ല, അവൻ അന്നേരം കരച്ചിൽ തന്നെയായിരുന്നു. ഞാനും അവനൊരു കാര്യം തന്നെയായിരുന്നു. എന്നെ പുറത്തിറക്കാതെ അവനാണ് അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തത്. രണ്ടാമത് കൊച്ചിനെ ദഹിപ്പിക്കാൻ പോണ സമയത്തും ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോയത്, നമ്മുടെ കൊച്ചിനെ ആരും ഇല്ലാണ്ട് പോകണ്ട, വാടാന്നും പറഞ്ഞ് ഞാൻ പിടിച്ച് അടിച്ചുകൊണ്ട് പോയതാണ്. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. നിങ്ങൾ 3 സഹോദരന്മാരും തമ്മിൽ ഇടയ്ക്ക് വഴക്കുണ്ടാക്കാറൊക്കെ അതോ എപ്പോഴും ഈ സ്നേഹത്തിൽ തന്നെയാണ്? ഇല്ല, ഞാൻ വല്ല മദ്യം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആൾ എന്നെ ചീത്ത പറയുന്നല്ലാണ്ട് ഇവരാരും എന്നെ വേറെ ഒന്നും പറയാറുന്നില്ല. ഇപ്പോൾ രണ്ടാമത്തെ അനിയൻ പുള്ളി എന്നെ ചീത്ത പറയും ഞാൻ മദ്യം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ അവരാരും കഴിക്കാറില്ല, അപ്പോൾ അവർ എന്നെ ചീത്ത പറയും. പക്ഷേ നിങ്ങൾ അവിടെ മദ്യപിച്ച് വീടിന് വെളിയിൽ ഇറങ്ങാറില്ല, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കാറുള്ളൂ എന്ന് ഈ അനിയൻ ഞങ്ങളോട് പറഞ്ഞു. നിങ്ങളുടെ അയലോക്കാർ പറഞ്ഞു, ഓപ്പോസിറ്റ് ഉള്ള ആളുകളും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ശല്യവും ഇല്ല. അദ്ദേഹം ഒരു ശല്യം, എൻ്റെ വീട്ടിലും ശല്യം ഉണ്ടാക്കാറില്ല. ഞാൻ പുറത്തു പോയി കൂട്ടുകൂടി മദ്യം അങ്ങനെ ഒന്നും കഴിക്കാറില്ല. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് വീട്ടിലിരുന്ന് മാത്രം കഴിക്കാറുള്ളൂ, അല്ലാണ്ട് വേറെ പുറത്ത് പോയി ഒന്നും കഴിക്കാറില്ല. ഞാൻ കഴിച്ചെന്ന് പോലും ഇവരാരും അറിയാറ് പോലും ഇല്ല. അത് സന്ധ്യയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു? ഇല്ല. നിങ്ങൾക്ക് കഴിക്കാനുള്ള സാധനമൊക്കെ കൊണ്ട് തരുമായിരുന്നു? അതെൻ്റെ കൊച്ചാണെങ്കിലും ഞാൻ എടുക്കുമ്പോഴത്തേലും അടുക്കളയിൽ എന്തെങ്കിലും കൊച്ച് തന്നെ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ കൊച്ച് പിള്ളേർ ഇപ്പം രണ്ടുപേരത് എടുത്തുകൊണ്ട് തരും. നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല, കുടുംബത്തിൽ അധ്വാനിച്ച് നമ്മൾ പിള്ളേരെ നോക്കുന്നുണ്ട്. വീട്ടിലെങ്കിൽ വെളിയിലല്ല പോകുന്നത്. ഇപ്പം ബാറിലൊക്കെ പോയിക്കാന്ന് വെച്ചാൽ വലിയ ചിലവാണ്. കൂട്ടുകാരോടൊപ്പം പോകുമ്പോൾ എല്ലാത്ത കുലുമാനം ഉണ്ടാകും. മറ്റുള്ളവർ പറയുക ഈ മദ്യം കഴിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഒരു അപ്പൻ എന്നുള്ള നിലയിൽ ശ്രദ്ധയിൽപ്പെടാതെ പോയെന്ന് പറഞ്ഞാൽ എന്നാ പറയാൻ പറ്റുന്നത്? എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ആളാണ്. എൻ്റെ വൈഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്ക്, അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരു കാരണവശാലും പൊട്ടിത്തെറിക്കാതിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം വലുതാക്കി കാണിക്കുന്ന ആളാണ് എൻ്റെ വൈഫ്. അവളിങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതിനകത്ത് പ്രതികരിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ എന്നോട് പറയാതിരിക്കില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, ഒത്തിരി സന്തോഷം കേട്ടോ. നമുക്ക് മനസ്സിലാവും, ജീവിതത്തിന് ബലം കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ കേട്ടോ. അതിനകത്ത് പല ചാനലിലും പല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.